ആ താടിക്കകത്തോട്ട് ഇടിച്ചു കയറിയില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടത്തില്ല. ഇതിനെ ഇനി വെള്ളം ഒഴിച്ചു വേണം നമ്മൾ സെറ്റ് ആക്കി എടുക്കാൻ. പെട്ടെന്നാ കാലാവസ്ഥ മാറുന്നത് ഇവിടുത്തെ. അപ്പൊ നമ്മുടെ മുറ്റത്തെ സ്നോയും കാര്യങ്ങളും എല്ലാം മെൽറ്റായി പോയിട്ടുണ്ട്. വിന്ററൊക്കെ മാറിയായിരുന്നു. അപ്പം വീണ്ടും നമുക്ക് ചെറിയ രീതിയിൽ സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വീണ്ടും ഇനി സ്നോ എല്ലാം വീണ് ഇങ്ങനെ കവർ ആകുമായിരിക്കും അല്ലേ വിനോദേ? അതെ, കാരണം പകലാണെങ്കിൽ പ്ലസ് ടെമ്പറേച്ചർ ആകുന്നുണ്ട്. അതെ, ഒരു +5 ഒക്കെ ആകും, 3, 4 അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. രാത്രിയിലാണെങ്കിലും -ആണ്, -2, 3 അങ്ങനെയാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മുടെ വാനിന്റെ പണി ചെയ്യാൻ വേണ്ടിട്ട്, പ്ലസ് ടെമ്പറേച്ചർ ആകാൻ വേണ്ടിട്ട്. പക്ഷെ അങ്ങോട്ട് ആവുന്നില്ല. ഫീൽസ് ലൈക്ക് ഇപ്പൊ നല്ല വിൻഡും കൂടെ ഉള്ളത് കൊണ്ട് ഒരു -11 ഒക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഏപ്രിലിന് എത്രയായി? ഏപ്രിൽ 10 ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വിന്റർ ഒക്കെ പോയിന്ന് കരുതിയിട്ട് വീണ്ടും ഇങ്ങനെ സ്നോ വീഴുന്നതും തണുപ്പാകുന്നതിനൊക്കെ ഇവര് തക്കാത്തൽവി എന്നാണ് പറയുന്നത്. തക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്, തൽവി എന്ന് പറഞ്ഞാൽ വിന്റർ. അപ്പം വിന്റർ തിരികെ വന്നു എന്നുള്ള ഇതില് ആണ് തക്കാത്തൽവി എന്ന് പറയുന്നത്. കണ്ടോ, വിന്ററിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ലുക്കേ അല്ല നമ്മുടെ വീടിന്റെ. അതെ, വിന്റർ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക, സമ്മർ ആകുമ്പോഴത്തേക്ക് നല്ല പച്ചപ്പ് ഹരിതാപയൊക്കെ ആവും. നമ്മൾ പൂക്കളും ചെടികളും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. സമ്മറും ഭംഗി തന്നെയാണ്. പക്ഷെ ഈ വിന്റർ അങ്ങോട്ട് തീരുന്നുള്ള മാസങ്ങളാണല്ലോ, ഭയങ്കര സമയം ഭയങ്കര മോശമാണ്, കാണാനൊന്നും രസം കാണത്തില്ല. അതേപോലെ തന്നെയാണ് ഈ ഓട്ടം കഴിഞ്ഞിട്ടുള്ള തുടങ്ങുന്നതിന് മുന്നേ വിന്റർ തുടങ്ങുമ്പോഴും വിന്റർ തീരുമ്പോഴും ഈ ഒരു അവസ്ഥയാണ്, ശോകമൂക അവസ്ഥയാണ്. ഇലകളും ഇല്ല, ഇങ്ങനെ കരിഞ്ഞുണങ്ങി കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും. അതെ, ഒരു ഭംഗി തോന്നുന്നില്ല നമുക്കൊരു, എത്ര അങ്ങോട്ട് ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. സമ്മറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങൾ സമ്മറാ വെയിറ്റ് ചെയ്യണം, നമുക്ക് ഒരുപാട് പണി ചെയ്യാനുണ്ട്. പിന്നെ എന്താ പറഞ്ഞ എല്ലാ ടൈമും എൻജോയ് ചെയ്യണമെങ്കിൽ സമ്മർ ആകണം. പെട്ടെന്നാ കാലാവസ്ഥ മാറുന്നത് ഇവിടുത്തെ. നമ്മള് വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ സ്നോ നല്ല രീതിയിൽ വീഴാൻ തുടങ്ങി. ഇത് കൂടി വരുവാണേ, നല്ല രീതിയിലുണ്ട് കാറ്റ്. പ്ലേ ഹൗസിൽ പോയിരിക്കാനാ കുഞ്ഞിന്. നമ്മുടെ ഒരു ചെറിയൊരു ആപ്പിൾ ട്രീ ഇവിടെ വളർന്നു വരുന്നുണ്ടേ. ഇതാണെന്നുണ്ടെങ്കിൽ വിന്റർ ആയ സമയത്ത് ഇങ്ങനെ ഇലയെല്ലാം പോയിട്ട് കരിഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ ഇനി നമുക്ക് നോക്കാം, സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതിന് ഇലയൊക്കെ വന്നിട്ട് കിളുക്കാൻ തുടങ്ങും. കണ്ടോ, സ്നോ ഒക്കെ വീഴുന്നുണ്ട്, നല്ല തണുപ്പൊക്കെ വരാറുണ്ട്. എന്നാലും അതിങ്ങനെ സർവൈവ് ചെയ്യും ഇവിടെ. കൊള്ളാലോ. ട്രാക്ടർ ചവിട്ടി വലിച്ചുമൊക്കെ കൊണ്ടുപോകുന്നത്. ചരട് എടുത്തോണ്ട് വരാം, അതെ കെട്ടാന്. എന്താ കിളികൾ പോകുന്നുണ്ടോ മഞ്ഞ് പെയ്യുമ്പോൾ? ഇഷ്ടം പോലെയുണ്ടേ. നിമിഷ നേരം കൊണ്ടാണ് ഇത്രയും സ്ഥലത്ത് സ്നോ എല്ലാം വീണതാ ഇങ്ങനായത്. ഏവക്കുട്ടനും അച്ഛയാണെന്നുള്ള ട്രാക്ടറിൽ കെട്ടാൻ ചരട് നോക്കിപ്പോയതാണേ. ഇതുവരെ വന്നിട്ടില്ല രണ്ടുപേരും. പറ്റിയ ചരട് കിട്ടിയില്ലെന്ന് തോന്നുന്നു. നല്ല ഭംഗിയില്ലേ അങ്ങ് ദൂരെ ആ വീടിന്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നതാണ്. പണ്ടെങ്ങോ വായിച്ചു മറന്ന റഷ്യൻ കഥയിലെ ഒരു പശ്ചാത്തലമൊക്കെ പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. കണ്ടോ, മഞ്ഞ് വീഴ്ച നല്ല രീതിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ച് തുറന്നപ്പോൾ വേറൊരു ലോകത്തെത്തിയൊരു ഫീല്. അത്ര പെട്ടെന്നാണ് മഞ്ഞ് വീണ് ഇവിടെ എല്ലാം മാറിപ്പോയത്. അതും ഏപ്രിൽ പകുതി ആയപ്പോഴാന്ന് ഓർക്കണം. ഏപ്രിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചുട്ടുപൊള്ളുന്ന ചൂടുള്ള സമയമാണ്. എന്തായാലും ഇവിടെ ഈ ഒരു സ്നോ വീഴ്ച ഫോർകാസ്റ്റിൽ കാണിക്കുന്ന 2 ദിവസം കൂടി ഉണ്ടെന്നാണ്. എന്താവും നമുക്ക് നോക്കാം. ഈ കഴിഞ്ഞ ആഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ എന്താണ് പ്ലസ് ടെമ്പറേച്ചർ ആയിരുന്നു. 0 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി അല്ലേ, 5 ഡിഗ്രി വരെയൊക്കെ പോയായിരുന്നു. അപ്പൊ ഞാനാണ് കുറെ സീഡ്സ് ഒക്കെ ഇട്ട് മുളപ്പിച്ചു എല്ലാം ചെയ്തു. കിളുത്തിന് വെളി വെക്കാന്നൊക്കെ കരുതിയിരിക്കുന്നു. അതെ, കുറച്ച് ചെടികൾ വെളി വെച്ച്, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ വെളി വെച്ച ചെടികളെല്ലാം രാത്രിയിൽ മൈനസ് ആയപ്പോഴത്തേക്ക് എല്ലാം ഫ്രോസൺ ആയിപ്പോയി. പക്ഷെ ഇനി അതെല്ലാം പോയി അല്ലേ, ഇനി പിടിക്കുമായിരിക്കും. ഇല്ല, ഇനി അത് പിടിക്കത്തില്ല, കാരണം അതെല്ലാം പോയി. അതെ, അപ്പം ഇനി നമുക്ക് പുതിയ സീഡ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് കിളിപ്പിക്കണം. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചും കുറെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും എല്ലാം ഏകദേശം പോയി. അതെ, ഏവക്കുട്ടൻ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് സ്നോ വീഴുന്നത്. ഞങ്ങള് കരുതി നമുക്ക് വാനിന്റെ പണിയൊക്കെ ചെയ്യാം. ഇതെല്ലാം മാറി, സ്നോ എല്ലാം മാറി, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവായിരുന്നു. എല്ലാരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് വാനിന്റെ പണി. വാനിന്റെ പണി എന്തായാലും എല്ലാരും ചോദിക്കും നമ്മളോട്. വാനിന്റെ പണി ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു തണുപ്പിൽ എല്ലാ വീഡിയോയിലും പറയുന്ന ടെമ്പറേച്ചർ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ്. നമുക്ക് ഈ ടെമ്പറേച്ചറിൽ പണി ചെയ്യാൻ പറ്റത്തില്ല. തണുപ്പത്ത് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒരു വീഡിയോ എടുക്കാൻ പോലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭയങ്കര മോശം വെതറാണ് ഇവിടുത്തെ. നല്ല തണുപ്പുള്ള സമയത്ത് വെളിയിൽ പോയി പണി ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. ബാറ്ററി ചാർജ് എല്ലാം കേടാവും. പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട പല എക്യുപ്മെന്റ്സും എല്ലാം ഡൗൺ ആയി പോകും.
പിന്നെ ഗ്ലൂ, പിന്നെ പെയിന്റ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ, ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളെല്ലാം പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്, അതൊന്നും നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ മിനിമം ഒരു +10 ഡിഗ്രി എങ്കിലും വേണം. അതാണ്, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ അത് ദോഷമാകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം വരും. പൈസ മുടക്കി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പണിയാത്തത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പണിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മർ ആക്കണമെന്നാണ് ഇഷ്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ സമ്മർ ആയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കൂടുതൽ വെളിയിൽ പോകാം. സ്നോ ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്, വീട്ടിലിരുന്ന് കാണാൻ ഇഷ്ടമാണ്, ജസ്റ്റ് ഒന്ന് ഇതുപോലെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്. ഏവക്കുട്ടന്റെ ഒപ്പം ഇതുപോലെ പുറത്ത് കളിക്കാൻ ഇഷ്ടമാണ്. സമ്മർ ആയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ഡ്രസ്സൊന്നും ഇടണ്ട. ഒരു ചെറിയൊരു ഷോർട്സും പിന്നെന്താണ് ഒരു ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട്, ജാക്കറ്റ് അല്ല ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവ ഓൾമോസ്റ്റ് അവളെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യും. എന്നാലും ചില സമയങ്ങൾക്ക് കുട്ടികൾക്ക് നിർബന്ധമുണ്ടല്ലോ, നമുക്ക് എല്ലാ ഡ്രസ്സും ഇട്ട് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അവരെല്ലാ ഡ്രസ്സും ഇട്ടേ പോണ്ടോ. ചില സമയങ്ങളിൽ നമുക്കിത് ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ താമസിച്ച് എണ്ണിച്ച് നിൽക്കുന്ന ദിവസങ്ങളുണ്ടായിരിക്കും എല്ലാവരും പോലെ. അപ്പോഴത്തേക്കും നമുക്ക് സമയമില്ല, എല്ലാം എടുത്ത് ഇടിയിപ്പിക്കണം, കൊച്ചിനെ ഒരുക്കണം, നമ്മൾ ഒരുക്കണം, എല്ലാവരും ഇടണം. നമുക്കിപ്പോൾ വെളിയിടണമെങ്കിൽ നമ്മൾ ഡ്രസ്സ് റെഡിയാക്കണം, കൊച്ചിനെ റെഡിയാക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ സമ്മർ ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമ്മുടെ നാട്ടിൽ പോകുന്ന പോലെ ഒരു പാന്റ് ഷർട്ട് ഇട്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോവാം. ഇവിടെ ആരും ഡ്രസ്സ് ഉപയോഗിക്കാറില്ല. കാരണം ഇവർക്കൊക്കെ ഭയങ്കര ആഘോഷമാണ് സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കണ്ണൊന്നും തുറക്കാൻ പറ്റില്ല, എനിക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും കണ്ണ് അടച്ചു പിടിച്ചോണ്ട് എടുക്കുന്നത്. കാരണം നല്ല കാറ്റുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ സ്നോ വീണോണ്ടിരിക്കുവാണ്. അതെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാനിന്റെ പണിയെ കുറിച്ചാണ്. അപ്പൊ ഉടനെ തന്നെ ഞങ്ങൾ ഒരു മാക്സിമം ഒരു 2 ആഴ്ചയും കൂടെയാണെന്ന് ഞങ്ങൾ കരുതുന്നത്. അത് കഴിഞ്ഞ ഉടനെ വാനിന്റെ പണി തുടങ്ങും. നമുക്ക് ഒരുപാട് പണി ചെയ്ത് തീർക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് പണി തീർക്കാം അത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മള്. അത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം, ഇപ്പോഴേ പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. അതെ, അകത്ത് കയറിയിട്ട് പിന്നെ വെളിയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി പാത്രം എടുക്കാനായിട്ട് പോയതാണോ, സ്നോ വാരാൻ വേണ്ടി പാത്രം എടുക്കാൻ പോയതാ പുള്ളിക്കാരത്തി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്നോ വീഴുന്നതും കളിക്കുന്നതും ഒക്കെ. കുറച്ച് ദിവസം ഇങ്ങനെ സ്നോ ഒന്നും ഇല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്നപ്പോ ബോറടിയായിരുന്നു കുഞ്ഞിന്. ആകപ്പാടെ ഒരു ശോകമുഖ അവസ്ഥ. അല്ലെ പിന്നെ നല്ല രീതിയിൽ സമ്മർ ആവണം, ചൂടാവണം, അപ്പൊ കളിക്കാനും എടുക്കാനും നല്ല രസമാണ്. ഒരുപാട് പൂക്കളും അതും ഇതും കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് വെള്ളിലോട്ട് ഇറങ്ങുമ്പോ. ഈ ഒരു 2-3 ആഴ്ച കാലത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് ഉണ്ടെന്നുള്ളതാണ് ആകെ ഒരു സന്തോഷം. പക്ഷെ ഈ വിന്റർ തുടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൺലൈറ്റ് ഒന്നും കാണത്തില്ല, ഇതുപോലെ ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോകമായിരിക്കും ഏകദേശം ഈ വിന്റർ തുടങ്ങുന്ന സമയം. പക്ഷെ വിന്റർ അവസാനിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് വെളിച്ചമുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഫുൾ ടൈം ആണ്. ഇനി ഓൾമോസ്റ്റ് പാതിരാത്രി 12 മണിക്ക് സൂര്യൻ ഉണ്ടായിരിക്കും. പല വീടുകളും നിങ്ങൾ കണ്ടിട്ടില്ല, പാതിരാത്രിയിൽ ഇവിടെ സൂര്യൻ കാണും. നമ്മുടെ ചെടികളും പോയി. ഇനി മെയിൻ ആയിട്ടുള്ളവർ ഇപ്പം ഇത്രയും നാളെ സ്നോ ക്ലീൻ ചെയ്യുന്നതായിരുന്നു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുല്ല് എത്തുന്നതാണ്. നമ്മുടെ പറമ്പിലെല്ലാം ഇങ്ങനെ പുല്ലിങ്ങനെ നിറച്ചിങ്ങനെ കിളിക്കും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതെല്ലാം കട്ട് ചെയ്യണം. ഇവിടെ ശരിക്കും ഇങ്ങനെ സൂര്യപ്രകാശം എപ്പോഴും കിട്ടുന്നതുകൊണ്ട് ഷൂ എന്നും പറഞ്ഞ ചെടികളൊക്കെ വളരുന്നത്. നിമിഷ നേരം ഒരാഴ്ച പോലും എടുക്കത്തില്ല. കണ്ടോണോ ഇപ്പൊ ഇങ്ങനെ ഈ സ്നോ വീണിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ ചെടികളും പൂക്കളും പെട്ടെന്നാണ് എല്ലാം തളിർക്കുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ ഇങ്ങനെ നാമ്പ് വന്നിട്ടുണ്ട്. ആ പിന്നെ ഇങ്ങോട്ട് നോക്ക്, കാണാമോ? കണ്ടില്ലേ, കണ്ടോ? ഇതിലൊക്കെ നാമ്പ് വന്നിട്ടുണ്ട്. തണുപ്പ് അങ്ങോട്ട് മാറിയാണോ പെട്ടെന്ന് വെളിച്ചാടും പറഞ്ഞ് കളിക്കും. ഇവിടെ എല്ലാം പോച്ചയാകും, പൂക്കളാകും. ഒരു ശേഷം മഞ്ഞ കളർ പൂവുണ്ട്, അത് നല്ല രസമാണ്. പക്ഷെ എല്ലായിടും ആകും, അത് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. ഹെവൻ പോലെ ശരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ ഇവിടെ നട്ടായിരുന്നു, ചീരയും അതും ഇതും ഒക്കെ എല്ലാം പിടിച്ചായിരുന്നു നമ്മുടെ നാട്ടിലെ ചീരയൊക്കെ. അതെ, പച്ചച്ചീരയും ചുമലച്ചീരയും. ഇപ്രാവശ്യം നമുക്ക് പച്ചച്ചീര ഇല്ലെന്നാ തോന്നുന്നത്. വിത്ത് വാങ്ങിക്കാൻ നമ്മൾ മറന്നുപോയി തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ ചുമലേന്റെ മാത്രമേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നെ കുറച്ച് തക്കാളിയും പിന്നെന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിടിച്ച ഇതാണ് എന്താണ് ഗ്രീൻ പീസ് ഇഷ്ടം പോലെ പിടിച്ചായിരുന്നു. പിന്നെ പൊട്ടറ്റോ പിടിച്ചായിരുന്നു. പൊട്ടറ്റോ ഒരു ചെറിയൊരു മൂട് നട്ടതിൽ ഇഷ്ടം പോലെ പൊട്ടറ്റോ ഉണ്ട്. ഇഷ്ടം പോലെ പൊട്ടറ്റോ ഞങ്ങളത് കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നേ. ചെറിയ പൊട്ടറ്റോ ആയിരുന്നു, ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എന്നിട്ട് അത് കിളിച്ചുപോയി, മറന്നുപോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ കൊണ്ടുപോയി നട്ട്. അതാണെങ്കിൽ 1-2 മൂടേ ഉള്ളായിരുന്നു. അത് ഇഷ്ടം പോലെ പൊട്ടറ്റോ പിടിച്ചു. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ വരുന്ന കുറച്ച് പൊട്ടറ്റോ കൂടി ഇട്ടിട്ട് കൃഷി ചെയ്യാനാ. ഞങ്ങൾ അധികം പൊട്ടറ്റോ കഴിക്കത്തില്ല, എന്നാലും കൃഷി ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം പൊട്ടറ്റോ രസമല്ലേ? പ്രത്യേകിച്ച് വിനോദിന്റെ വീട്ടിലെല്ലാരും കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. വിനോദിന്റെ അച്ഛനൊക്കെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യും, ചേമ്പും ചേനയും അതും ഇതും കപ്പയും ഒക്കെ. അപ്പൊ പൊട്ടറ്റോ ഇടണം ഇപ്രാവശ്യം. പിന്നെന്താണ്
ചീര എന്തായാലും ചീര മസ്റ്റാണ്. പിന്നെ ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ 1-2 വിത്തുകൾ കൊണ്ടുവന്നേ ഇവിടായിരുന്നു. പക്ഷെ അതൊന്നും പിടിക്കത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലത്തെ കാലാവസ്ഥയിൽ ഇത് പിടിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ നല്ല ചൂടും കാലാവസ്ഥയൊക്കെ അല്ലേ. അപ്പം ഇവിടെ അത് പിടിക്കാൻ തോന്നില്ല. എന്നാലും നമ്മൾ പാകി ശ്രമിച്ചു നോക്കാം. പിന്നെ കുറച്ച് മെയിൻ ആയിട്ട് പൂക്കളാണ്. നമുക്കൊരു രസമാണല്ലോ, പൂക്കളൊക്കെ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാം ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ട് പോയതെല്ലാം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്താണ് പൂത്തത്. അപ്പൊ അന്നെ ഫാമിലി വന്നിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല, ഒന്നും പിടിച്ചിട്ടില്ലായിരുന്നു. കാരണം അത് വളർന്നു വരുന്നതേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് നേരത്തെ വിത്ത് പാകിയിട്ടുണ്ട്. അതെ, ചിലതിന്റെ ഒക്കെ വിത്ത് പാകി ഓൾറെഡി അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യണം. നേരത്തെ ആയി പോയി. ഇനിയിപ്പോ അതെല്ലാം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. വിനോദ് എന്നോട് പറയാം, നീ ഇത്ര നേരത്തെ ഇടണ്ടായിരുന്നു, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇട്ടാ മതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒത്തിരി ലേറ്റ് ആയി പോയി. ഇപ്പൊ ഒത്തിരി നേരത്തെയാണ്. അല്ല, ഇപ്പോഴും കണ്ടില്ല, ഇപ്പോഴും തണുപ്പാണ്. എവിടെ കൊണ്ട് വെക്കാനാണ് ഇപ്പൊ. ചില ചെടികൾ വെളി വെച്ച് പോയിന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ അവിടെ പ്രത്യേക ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും അത് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നുണ്ട്. അതെ, വിത്തുകളെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. സൺലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള. പിന്നെ ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാരും അക്വേറിയത്തിന്റെ അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. അക്വേറിയം ആണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി വലിയ ശോകാവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യണമല്ലോ. ഇപ്പം നമ്മൾ NO2 കൂടുതലാണ്, പിന്നെ NO3 കൂടുതലാണ്, KH PH എല്ലാം ഇങ്ങനെ താളം തെറ്റി കിടക്കുകയാണ്. സോ അതൊരു റെഡി സൈക്കിളായിട്ട് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിനാണ് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയകളെ ഗ്രോ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ ഇങ്ങനെ താളം തെറ്റി കിടക്കുമ്പോഴത്തേക്ക് എല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതെല്ലാം മരിച്ചു പോകും. അപ്പം എല്ലാം ഞങ്ങൾ റെഡി ആയിക്കൊണ്ട് വരുവാണ്. ഓരോന്ന് 1 by 1 ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെടികളൊക്കെ കിളിച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്. ചെടികളെല്ലാം കിളിച്ചു. എന്നാലും നമ്മുടെ ആ വെള്ളത്തിന്റെ ആ ലെവലെല്ലാം ഉണ്ടല്ലോ, എല്ലാം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫിഷ് എടുത്തുള്ളൂ. ഫിഷിനെ ഞങ്ങൾ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് വേണമെങ്കിൽ ഫിഷിനെ വാങ്ങിച്ചോണ്ട് വരാം. പക്ഷെ അവർ തരത്തില്ല. ഞങ്ങൾ പോയായിരുന്നു, അത് ഞങ്ങൾ വാട്ടർ ടെസ്റ്റ് ചെയ്ത്. ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെയാണ് വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം വാങ്ങിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ നൈട്രേറ്റും ഒക്കെ കൂടുതലായിരുന്നു. ഭയങ്കര കളറായിരുന്നു, പിങ്ക് കളറായിരുന്നു. അപ്പം നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വാട്ടർ ക്ലിയർ ആയിരിക്കണം, എന്നാലേ നമുക്ക് അതിന്റെ 0 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഞാനിപ്പോഴാണ് ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചത്. അതെ, നമ്മളിപ്പോ ജസ്റ്റ് നോക്കി വരികയാണ്. അപ്പൊ ഇത് അറിയാവുന്നവർക്കൊക്കെ ഇത് ചെറിയൊരു കാര്യമായിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ്. ഓരോ കാര്യങ്ങളും നമ്മളെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇവരാണെന്നുണ്ടെങ്കിൽ ഫിഷിനെ ഒന്നും തരത്തില്ല. ഞങ്ങൾ ചെന്നിട്ട് അവിടെ ചെന്ന് കെഞ്ചി ചോദിച്ചിട്ടുമില്ല, ഒരു ഫിഷിനെ തരത്തില്ല. കാരണം ഇവരൊന്നും ഒന്നിനെയും കൊല്ലാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരല്ലേ ഇവരാരും. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു അക്വേറിയം വാങ്ങിക്കും, കുറെ ഫിഷിനെ വാങ്ങിക്കും, കൊണ്ടുവന്നിടും. ചിലപ്പോൾ ചിലത് ചത്തുപോകും, ചിലത് സർവൈവ് ചെയ്യും. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് മിക്ക അക്വേറിയം ഷോപ്പിൽ പോയി കഴിഞ്ഞാലും എല്ലാ ടാങ്കിലും ഒരു മരിച്ച മീനെങ്കിലും കാണും. മനസ്സിലായി? അവിടെ ഇങ്ങനെ ചത്ത് കിടക്കുന്ന ഒരുപാട് മീനുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ മീനുകളെ കുഞ്ഞിലെ മുതൽ വളർത്തിയിട്ടുണ്ട്, പല അക്വേറിയം ഷോപ്പിലും പോയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിച്ച് വളർത്തുന്നവർ വളരെ കുറവാണ് അല്ലേ. യോളെ കളിക്കുന്നുണ്ട്, അതെ ശാരി അങ്ങോട്ട് നോക്കി. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് വളർത്തുന്നവർ വളരെ കുറവാണ്. പക്ഷെ ഇവിടെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു മീനിനെ പോലും കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ നമുക്ക് ഇപ്പോൾ അവർക്ക് സെയിൽസിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ തരത്തില്ല. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചത്തു. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നത് നല്ലത്. അതിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവര് ഒരു 2 അത്ര ആഗ്രഹിച്ചു പോയതാണ്. പക്ഷെ അവര് തന്നില്ല. കാരണം ഇതെല്ലാം സെറ്റാക്കാതെ അവര് തരത്തില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി, അങ്ങനെയാണ്. ഞങ്ങൾ ചോദിച്ചു അവരോട് 2 അങ്ങനെ അക്കറിയത്ത് ഇടത്തില്ല, ഞങ്ങൾ വേറെ ഇട്ട് വളർത്താം. പക്ഷെ അവർ തരത്തില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തരത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കാം. പക്ഷെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തരത്തില്ല എന്നാണ്. നമ്മൾ അവരോട് കാര്യം പറഞ്ഞു ഇങ്ങനെയാണെന്ന്. പക്ഷെ അവർ അറിഞ്ഞോണ്ട് അതുകൊണ്ട് തരത്തില്ല. അപ്പം നമ്മളെന്തായാലും ഉടനെ തന്നെ പോയി മീനുകളെ വാങ്ങിക്കും. എല്ലാം ശരിയായിക്കൊണ്ട് വരുന്നുണ്ട്. കാണിക്കാം. കുറെ പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഏവക്കുട്ടന്റെ അക്വേറിയം കാണാൻ ഭയങ്കര കൊതിയായി, ഒന്ന് വേഗം സെറ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. ഞങ്ങളാണ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വീഡിയോ പോലെ അല്ല, ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് പ്ലാന്റ്സും കൂടെ അതിന് നട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ കിളിച്ച് വരുന്നുണ്ട്, പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ബാക്ടീരിയ ഫോം ആയി, പക്ഷെ കുറച്ചും കൂടെ ആകാനുണ്ട്. അത് ആ ഫുൾ സൈക്കിൾ ഉണ്ട്. ഇതിന് ഏകദേശം ഒരു മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് പറഞ്ഞ 1 മാസമാണെന്ന്. 2 ആഴ്ച മുതൽ 1 മാസം വരെ എടുക്കും. ഇപ്പൊ ഏകദേശം ഒരു 3 ആഴ്ച ആകാൻ പോകുന്നു. എന്നാലും ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സാൾട്ട് വാട്ടർ ടാങ്ക് ഒക്കെ ആണെങ്കിൽ 3 മാസമാണെന്ന് അവര് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു അത് 3 മാസമാണ്. ഇത് ഏകദേശം 1 മാസമെങ്കിലും വേണം, സമയം എടുക്കുന്ന അവര് പറയുന്നത്. കണ്ടോ, നല്ല കാറ്റുണ്ട്, അതാണ് ഭയങ്കരമായിട്ട് തണുക്കുന്നത്. വിനോന്റെ കോലം കണ്ടോ, മുഖം ഒന്ന് കാണിച്ച്. ഇപ്പൊ നമ്മൾ അകത്തോട്ട് കയറുമ്പോ ഇതെല്ലാം മെൽറ്റ് ആയി പോയിട്ട് നമ്മുടെ വീടിന്റെ ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ
കുറേ നേരമായി ഏവക്കുട്ടനാവുന്നുണ്ടെ പിന്നെയും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, കാരണം തണുപ്പ് കൂടുതലായതുകൊണ്ടേ തണുപ്പിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ ഇടണമല്ലോ. അപ്പോൾ അവള് ഭയങ്കര സ്നോയിൽ കളിയാണ്. ഇങ്ങോട്ടൊക്കെ നോക്കിക്കേ, ഇപ്പൊ ഇച്ചിരി മുന്നേ നമ്മൾ കണ്ട സ്ഥലവേ അല്ല. മണിക്കൂറുകൾക്കുള്ളിലാണ്, നിമിഷ നേരം കൊണ്ടെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് മൊത്തം മാറിയത്. കണ്ടോ, കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഉറങ്ങുമായിരുന്നൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ശരിക്കും എന്താ പറയുന്നത്, കൊണ്ടടിച്ചു പോയേനെ, ഇത് എന്ത് സംഭവിച്ചു എന്നറിയാതെ. ഇപ്പൊ നമ്മൾ ഉണർന്നിരുന്നോണ്ട് നമ്മൾ കണ്ടു ഇങ്ങനെ സ്നോ വീഴുന്നത്. അല്ലായിരുന്നെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയി പോയേനെ. ഇപ്പൊ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട് വൈകുന്നേരം. ഇപ്പൊ നമുക്ക് ഇരുട്ടൊന്നും ആവത്തില്ല. നമുക്ക് നോക്കാം എത്ര മണിയാകുമ്പോഴാണ് ഇനി ഇരുട്ടാവുന്നേ. വിന്റർ ആയതുകൊണ്ടേ ഇപ്പൊ നമുക്ക് ഫീൽസ് ലൈക്ക് വിന്റർ പോലെ ആണല്ലോ, അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇരുട്ടാവുമായിരിക്കും. സൺലൈറ്റ് ഇല്ലല്ലോ, ക്ലൗഡി സ്നോ എല്ലാം വീഴുന്നതുകൊണ്ട്. അതെ, വിന്ററിനെ അപേക്ഷിച്ച് ഇപ്പൊ ഓക്കെയാണ്. 7:30 ഇത്രയും വെട്ടന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് സ്നോ വീഴുമ്പോ. നേരത്തെ ആണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേ സൂര്യന് അസ്തമിക്കും. അതെ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചോണ്ട് നമുക്ക് ഉറങ്ങാൻ കയറാം, ആ ഒരു പ്രതീതിയായിരുന്നു. പോയാലോ ഏവക്കൂട്ടാ? ഹലോ, പപ്പ ഉണ്ടായി കഴിഞ്ഞോ? മഞ്ഞപ്പം ചുട്ട് കളിച്ചോണ്ടിരിക്കും അവിടെ ഒരാള്. നമ്മുടെ നാട്ടില് മണ്ണപ്പം ചുട്ട് കളിക്കും, ഏവക്കൂട്ടം മഞ്ഞപ്പം ചുട്ട് കളിക്കുന്നു. എന്താ പോന്നെ ഇത്? റുവോക്കാന്ന് വെച്ചാ ഫുഡ് എന്നാ കേട്ടോ കുഞ്ഞു. റുവോക്കാന്ന് ഫിനിഷില് പറഞ്ഞതാ. അപ്പാപ്പം. പിന്നെ വിനോദ് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നെന്താന്നറിയാവോ? ഈ സ്നോയുടെ ഷേപ്പ് നല്ലതായിട്ട് കാണിക്കാൻ വേണ്ടിയാ. വൈറ്റ് ജാക്കറ്റിൽ അങ്ങോട്ട് അറിയുന്നില്ല. ഇതിന്റെ വലിപ്പം കണ്ടോ, എന്ത് വലിപ്പമല്ലേ, എന്തൊരു വലിപ്പമാണ്. അതിന്റെ ഷേപ്പ് കണ്ടോ, അതേ നോക്കി. കറക്റ്റ് ആണ്, കറക്റ്റ്. അത് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇവിടെ എല്ലാം ഉണ്ട്, നല്ല ഷേപ്പ് ഉണ്ട് എല്ലാത്തിനും. എനിക്ക് അന്നൊന്നും ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാൻ എന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുവാണ്. കണ്ടോ, നല്ല പൂക്കളുടെ ഒക്കെ ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു തൊപ്പിലുണ്ടത്. അടങ്ങിയിരിക്കേ, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. എന്തൊരു ഭംഗിയാ നോക്കി. കണ്ടാലും മതി വരത്തില്ല. നല്ല കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിത് നല്ല തണുപ്പ് കാരണം അകത്ത് കയറിയിട്ടുണ്ടേ. എന്നാലും എന്താ കിളികളൊക്കെ അതേ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നുണ്ടോ. എന്താടാ ഇവിടെ കഴിക്കുന്നത്? പിസ്സ കഴിക്കോ കുഞ്ഞു കേട്ടോ. അപ്പൊ സമയം എന്തേ രാത്രിയിൽ 8-9 ആയിട്ടുണ്ട്. വിനോദാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വരെ പോയതാണ്. ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പൊ അച്ഛ കുഞ്ഞിന് ബിസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോയേക്കുവാണ്. കണ്ടോ, ഇപ്പോഴും സ്നോ വീണോണ്ടിരിക്കുവാണ്. ഇതാ നമ്മുടെ മുറ്റത്തുള്ള മരത്തിന്റെ മുകളിലെല്ലാം നല്ല രീതിയിൽ സ്നോ വീണിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇരുട്ടാവത്തില്ലല്ലോ, കണ്ടില്ലേ, 8-9, 8-10 ഇതുവരെ ഇരുട്ടായിട്ടില്ല. നല്ല വെട്ടവും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇനി വരണം. ഉമ്മ വരാവോ? അപ്പൊ ഞാനും ഏവക്കുട്ടനും ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അച്ഛ വെയിറ്റ് ചെയ്തിരിക്കണേ. അച്ഛ വന്നിട്ട് വേണം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാന്. അപ്പോഴത്തേക്ക് ഏവ ഉറങ്ങും. ഏവയ്ക്ക് മീമി ഇഷ്ടമായിട്ടോ. ഉടനെ തന്നെ ഞങ്ങൾ മീമി വാങ്ങിക്കും. ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ മറന്നുപോയി കേട്ടോ. ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ മറന്നുപോയി ആയിത്തി എന്നാ കുഞ്ഞു പറയുന്നത്. അപ്പൊ ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വരും അച്ഛ. ഇപ്പം മീമി ഇഷ്ടമായി ഏവയ്ക്ക് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഉടനെ തന്നെ മീമി വാങ്ങിക്കുന്നതായിരിക്കും അക്വേറിയത്തിലിടാൻ. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് മീമി. ഇഷ്ടമാ കുഞ്ഞിന് കേട്ടോ. ഇഷ്ടം, നല്ല ഇഷ്ടമാ, ഭയങ്കര ഇഷ്ടമാണ്. പറ, ആലോചിക്കോ കുഞ്ഞ്? കാർട്ടൂൺ മീമി വേണോ? ഓക്കെ, കാർട്ടൂണിൽ കാണുന്ന മീമി വേണോന്ന് കുഞ്ഞ് പറയും. ആണോ? എന്തൊരു ഇഷ്ടം എന്റെ കുഞ്ഞിന്. ഓറഞ്ച് കളറിലെ ഫിഷും കുഞ്ഞിന് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ അക്വേറിയം സെറ്റായ ഉടനെ നമ്മൾ വാങ്ങിക്കും. അങ്ങനെ രാത്രി 8:20 ആയിട്ടുണ്ട്. വിനോദ് ഷോപ്പിൽ പോയിട്ട് വന്നേക്കുവാണ്. ഇപ്പോഴും സ്നോ വീണോണ്ടിരിക്കുന്നു. എല്ലാം വാങ്ങിച്ചോ? ഇല്ല, ഏവ ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഉണർന്നിരിക്കുക. അച്ഛ ഇപ്പൊ വരുമെന്നും പറഞ്ഞു. ഇയാളാണോ ഈ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് പോയത്? ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ടേക്കുമായിരുന്നു. ഈ അച്ഛനും മോള് എപ്പോഴും വന്നിട്ട് ഇരുട്ടൊന്നും ഇല്ലെങ്കിലും ലൈറ്റ് ഓൺ ആക്കിയിടും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നല്ല തണുപ്പുണ്ട്. ഞാൻ കയറി കഥ അടക്കി. എന്തോ അച്ഛ രാത്രിയായിട്ട് ഇരുട്ടാവുന്നില്ലല്ലേ? ഡോനറ്റ്സ് വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു.
അവളിപ്പോ അത് കഴിച്ചു, ഇനി കഴിക്കാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ കഴിച്ചോളാം, വിഷമിക്കണ്ട. പിന്നെ നല്ല അടിപൊളി സ്റ്റേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിയേ. ഇത് നോക്ക്, ഇതില് സൂപ്പർ സ്റ്റേക്ക് കണ്ടാലേ അറിയാം. ഇത് കണ്ടില്ലേ, മാർബിൾ കണ്ടോ? എന്റെ മോനെ സൂപ്പർ സ്റ്റേക്ക്. പിന്നെ ചിക്കന്റെ തൈ ആണ് വാങ്ങിച്ചത്. ഇത് വില കുറവാ, 3 €. പക്ഷെ സ്റ്റേക്കിന്റെ വില കണ്ടോ? ഇത് എത്ര ഗ്രാമാണ്? ഇത് 1/2 കിലോ ആണ്, 16 € ആണ്. നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ എല്ലാം. പിന്നെ കടല വാങ്ങിച്ചു, പിന്നെ കുറച്ച് സ്പിനാച്ച്, അതൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പൊ ദേ ഹേവമോളെ ഉറക്കാനായിട്ട് നമ്മൾ കേറിയിട്ടുണ്ട്. വിനോദാണ് ഇന്ന് ഉറക്കുന്നത്. ഇതുവരെ ഇരുട്ടൊന്നും ആയിട്ടില്ല. സമയം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പൊ സമയം 8:45 അതെ, സമയം രാത്രി 8:45. അപ്പൊ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സമയം മാറ്റി വെച്ചതാണോ, ക്ലോക്കിൽ സമയം മാറ്റി വെക്കുന്നതാണോ? സമയം മാറ്റി വെക്കുന്നതൊന്നും അല്ല, സമയം ഇത് തന്നെയാണ്. ഇപ്പൊ April 10 ഇന്ന്. അപ്പൊ അത് കണ്ടില്ലേ, സമയം ഒന്നും മാറ്റുന്നതല്ല, സമയം അങ്ങനെ തന്നെയാണ്. ഉച്ചക്കെട്ടി പാർവതിയൊക്കെ പാടിക്കൊണ്ട് അച്ഛയും മോളും ഉറങ്ങാൻ കയറിയേക്കുവാണ്. കണ്ടില്ലേ, നമ്മൾ ഇന്നലെ നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇന്നലെ അല്ല, 2 ദിവസം മുമ്പ് ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്നോ എല്ലാം പോയി കിടക്കുമായിരുന്നു. ഇത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ആയുള്ളൂ. അതെ, പെട്ടെന്നാണ് ഇങ്ങനെ ആയത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടൈം ലാപ്സ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ചേർക്കാൻ നമ്മളത് കണ്ടില്ലേ, ഫുള്ള് സ്നോ വീണ് കവറായി കിടക്കുന്നത്. ഇത് സൂര്യനെ ഒന്നും കാണാനില്ല, എങ്കിൽ പോലും നമുക്ക് ഇരുട്ടായിട്ടില്ല. 9 മണിയാകാൻ പോന്നു. അത് സ്നോ വീഴുന്നുണ്ടോ? അല്ലെങ്കിൽ സൂര്യൻ ഇപ്പൊ അസ്തമിക്കുന്ന സമയമാണ്, ആ ഭാഗത്ത് കാണാൻ പറ്റും. അതെ, നല്ലോണം വെയിലും വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് വെയിലില്ലെന്നേ ഉള്ളൂ, പക്ഷെ വെട്ടമുണ്ട്. അപ്പൊ നമ്മൾ കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിക്കുന്ന കർട്ടൻ ആയിരുന്നു, താഴേക്ക് ഇങ്ങനെ വലിച്ചിടുന്ന ഈ ബ്ലൈൻഡ്സ് പോലെ തന്നെ. അപ്പം ഏവക്കൊട്ടനാണെന്നുണ്ടെങ്കിൽ അത് വലിച്ചിട്ട് പൊട്ടിച്ച് കളഞ്ഞു. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് തേമൂന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു കർട്ടൻ. വളരെ ചീപ്പാണ് എന്നാലും, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. കാരണം ഇത് കണ്ടില്ലേ, ഒരു തുള്ളി പോലും വെട്ടം നമുക്ക് അകത്തേക്ക് വരത്തില്ല. ഇത് ഫുള്ള് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു തുള്ളി വെട്ടം വരത്തില്ല. രാത്രിയിൽ പിന്നെ കൈയൊക്കെ തട്ടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴത്തേക്ക് ചെറിയൊരു വെട്ടം വരും, അത്രേ ഉള്ളൂ. അതെ, ഇവിടെ ആണെങ്കിൽ ഹീറ്റർ ഉള്ളതുകൊണ്ട് നോക്കി ചെറിയ ചൂട് ഇങ്ങനെ കിട്ടുന്ന കാരണോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങോട്ട് ഇതിനോട് ചേർത്തിട്ടേക്കുന്നത്, ഈ വിൻഡോയോട് ചേർത്തേക്ക്. ഇവിടെ ആയിട്ട് നമ്മുടെ ഹീറ്റർ ഉണ്ട് കണ്ടോ, നല്ലൊരു ചെറിയ ചൂട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഉറങ്ങാനൊരു പ്രത്യേക സുഖമാണ് ഇവിടെ കിടന്ന്, അതുകൊണ്ടാണ് നമ്മളിവിടെ കിടക്കുന്നത്. അപ്പൊ ചില സമയത്തൊക്കെ ഇങ്ങനെ കൈ മുട്ടിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. പിന്നെ നമ്മൾ ബ്ലൈൻഡ്സും താത്തി ഇട്ടിട്ടാണ് ഉറങ്ങുന്നത്. അപ്പൊ ഉറങ്ങ് ഏവക്കുട്ട, ഉറങ്ങ്. ഗുഡ് നൈറ്റ്. എന്താ വെളിയിൽ നല്ല കാറ്റ് കണ്ടോ. അപ്പം ഏവക്കുട്ടൻ ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ എഴുന്നേറ്റ് വരണം, നമുക്ക് ഫുഡ് കഴിക്കാം, സിനിമ കാണാം. അപ്പം ഞങ്ങൾ കുറെ താമസിച്ചാണ് ഉറങ്ങുന്നത്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 12 മണി 1 മണിയൊക്കെ ആണ്. ഒരാളത് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, കുഞ്ഞിന് ഞങ്ങള് കറക്റ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വരയ്ക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒരു കൃത്യനിഷ്ഠയില്ല. 8 മണിയാകുമ്പോ ഉറങ്ങുന്നേ, ഇപ്പൊ താമസിക്കുന്നുണ്ട്. ഓക്കെ, ഓഹോ, ഭയങ്കര സ്നേഹപ്രകടനങ്ങള് ഉമ്മയോടൊപ്പം. ഓക്കെ, ആ താടിക്കകത്തോട്ട് ഇടിച്ചു കയറിയില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടത്തില്ല. കണ്ടോ, കെട്ടിപ്പിടിക്കും ഉമ്മോടക്ക്. ഓക്കെ, അപ്പം ടാറ്റാ, ഗുഡ് നൈറ്റ്. ഉമ്മ, ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെ 8:30 നമ്മൾ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇന്നലെ കണ്ടൊരു മോർണിംഗ് അല്ല, ഇന്ന് ഫുള്ള് സ്നോ വീണ് കിടക്കുവാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിക്ക് മുമ്പ് വരെ ഈ ഒരു അവസ്ഥയായിരുന്നു കണ്ടോ, ഒരു തുള്ളി പോലെ സ്നോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നല്ല രീതിയിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയത്. നമ്മൾ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്നോ നല്ല രീതിയിൽ വീഴാൻ തുടങ്ങി. ഇന്നാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട്. അപ്പം എന്തേ നമ്മുടെ സ്നോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുക്കി ഉരുക്കി താഴോട്ട് വീഴുന്നുണ്ടോ. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ദേ അവിടെ ഇരുന്ന് കളിക്കുവാണ്. അവിടെ ആ റൂഫിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്നോ മെൽറ്റായിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് സ്നോയിലൊക്കെ ഒഴിക്കുവാണ്. ഏവക്കുട്ടൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പാപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരി. ഞാൻ കണ്ടില്ലേ, ഇരുന്നും കിടന്നും നിരങ്ങി സ്നോയിൽ കിടന്ന് എന്തൊക്കെ കാണിക്കാമോ അതെല്ലാം അവൾ ചെയ്യും. അവിടെ ഈ പ്രായത്തിൽ നമ്മളൊക്കെ മണ്ണപ്പം ചുട്ടുകൊണ്ട് കളിച്ച് നടന്ന്, ഇപ്പോൾ ഏവക്കുട്ടൻ എന്താ മഞ്ഞപ്പം ചുട്ട് കളിക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ വിൻ്ററിലെ അവസാനത്തെ സ്നോഫോളാണ് ഇതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇനി ഒരു 6-7 മാസം കാത്തിരിക്കണം
ഇതുപോലെ ഇനി ഏവക്കുട്ടന് സ്നോയിലൊക്കെ കളിക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും കിട്ടിയ സ്നോ അല്ലേ, അവൾ നല്ല രീതിയിലങ്ങ് കളിച്ചോട്ടെന്ന് വെച്ചു. അപ്പം നമ്മൾ സ്നോയിൽ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്നോ ദേവതയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യണമെന്ന് കരുതിയിരുന്നിട്ട് നമുക്ക് പറ്റിയില്ലായിരുന്നു. കാരണം ഓരോ സമയത്ത് ഓരോരോ കാരണങ്ങളും കൊണ്ട് അതങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം സ്നോ ദേവത ഉണ്ടാക്കാമെന്ന് കരുതുന്നത്. ശ്രമിച്ചു നോക്കുക. കാരണം ഈ പ്രാവശ്യത്തെ സ്നോ അങ്ങോട്ട് ഉരുട്ടാൻ പറ്റുന്നതോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല. എന്നാലും ട്രൈ ചെയ്യുവാണ് നമ്മൾ. പിന്നെ അഴുക്കുവാണല്ലോ. അതെ, കാരണം വിൻ്ററൊക്കെ മാറിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കാൻ പോകുന്നത്. അപ്പം അത്രയും വലിയ ഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ആ, എന്തോരം സ്നോ ആണ് ഇന്നലെ വീണത്, കണ്ടില്ലേ? ഇവിടെ എല്ലാം ഇങ്ങനെ മുഴുവൻ സ്നോ വീണ് കിടക്കുവാണ്. ഏവക്കുട്ടനെ സഹായിക്കുന്നുണ്ട്, എല്ലാത്തിനും കൂടെ കട്ടയ്ക്ക് നിൽക്കും. പുള്ളിക്കാരത്തെ ഇങ്ങനെ വെളിയിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മെൽറ്റാകുന്നുണ്ട് മോളിൽ നിന്നൊക്കെ. അതായത് കണ്ടോ, വെള്ളം ഇങ്ങനെ ഉരുകി ഉരുകി താഴോട്ട് പോകുന്നുണ്ടോ? വീടിൻ്റെ റൂഫിൻ്റെ മുകളിൽ വീണ സ്നോ അല്ല, പക്ഷെ സ്നോ ശരിയല്ല. ഇതിനെ ഇനി വെള്ളം ഒഴിച്ച് വേണം നമ്മൾ സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ അതെ, ഇത് കണ്ടോ, ഇത് നമ്മൾ ഏവക്കുട്ടന് കഴിഞ്ഞ പ്രാവശ്യം സ്നോ മാറ്റാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതാ നല്ല രീതിയിൽ സ്നോയൊക്കെ തെള്ളിക്കൊണ്ട് തരുന്നുണ്ട്. ഇതാ ഇത്രയും ഭാഗത്ത് തന്നെ കൂട്ടിയപ്പോൾ തന്നെ ഒരു കൂന സ്നോ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇത്രയും വീണത് തന്നെ ഇന്നലെ. സ്നോ ദേവതയുടെ ഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റിയ പരുവല്ലാത്തതുകൊണ്ടേ അപ്പം വെള്ളം അടിച്ചു കൊടുത്ത് അത് റെഡിയാക്കി പരുവാക്കി എടുത്തോണ്ടിരിക്കുക. കണ്ടോ? അപ്പം നമ്മുടെ പാത്രത്തിൽ വെള്ളം നിറയട്ടെ, നമുക്കിനി കോരി ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നിറഞ്ഞിട്ട് നമുക്ക് പൈപ്പ് നിർത്താം. അങ്ങനെ ദേ അച്ഛനും മോളും കൂടെ സ്നോ ദേവതയുടെ ഡ്രസ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. സൂര്യനാണെന്നുണ്ടെങ്കിൽ തലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട് ഇപ്പോൾ. പക്ഷെ വെയിലുണ്ടെന്ന് കരുതുന്നത് നമുക്ക് നല്ല തണുപ്പാണ് കേട്ടോ. ഫീൽസ് ലൈക്ക് ഏകദേശം -11 നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ വെയിൽ വരുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ കണ്ണിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും എന്താ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ വിനോദാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഏവക്കുട്ടൻ കയറി വരും. ഏവക്കുട്ടൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള സ്നേഹപ്രകടനങ്ങൾ കണ്ടില്ലേ? അച്ഛൻ ഏവക്കുട്ടനും ഒരു ടീമാണ്. വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. ഇങ്ങനെ പൊടി പോലെ നടന്നങ്ങ് പോവുക അല്ലേ? കണ്ടോ എത്ര വെള്ളം ഒഴിച്ചതും ആ മോൾ ഭാഗം മാത്രമാണ് ഇങ്ങനെ ഇതാകുന്നത്. അത്തരം സ്നോ ആണിത്. കാരണം നല്ല തണുപ്പത്ത് വീഴുന്ന സ്നോ ഇങ്ങനെ പൊടി പൊടി പോലെ കിടക്കും. കൂട്ടിയിട്ടത് ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോ ദേവതയ്ക്ക് ഇതിൻ്റെ ഉള്ളിലാണല്ലോ നിൽക്കേണ്ടത്. അതെ, ഡ്രസ്സിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഗ്യാപ്പൂടെ വേണമല്ലോ. ഈസി ആയിട്ട് ഉരുട്ടാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ഇപ്പം പണി കഴിഞ്ഞേനെ നമ്മുടെ. ഇത് നല്ല രീതിയിൽ കഷ്ടപ്പെടണം. അപ്പോൾ മുകളിലോട്ട് കെട്ടിപ്പൊക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ പല പണിയും നോക്കിയിട്ട് ശരിയാകുന്നില്ല. അവസാനം അതേ ബക്കറ്റിൽ സ്നോ നിറച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ച് അതിങ്ങനെ ഒരു ബ്രിക്ക് പോലെ ആക്കിയിട്ട് വിനോദം സെറ്റ് ചെയ്യാൻ നോക്കുവാണ്. പലമാതിരി ഐഡിയകൾ നോക്കിക്കൊണ്ടിരിക്കുക ഒരു ഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കാൻ. കാരണം സ്നോ ഡ്രസ്സ് ഉണ്ടാക്കുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല ഇങ്ങനത്തെ സ്നോയിൽ. ഓ കണ്ടോ, ഇതിന് ഷേപ്പാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ സ്നോ ദേവതയുടെ ഡ്രസ്സ് ഇതാ ഇത്രത്തോളം ഹൈറ്റിലായിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ടുള്ളൊരു ചെറിയ ഡിസൈനും കൂടെ കൊടുക്കണം. അതിനെക്കാട്ടി വലിയ പാടാണ്. കാരണം ഇത് സെറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇടിഞ്ഞ് വീഴുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അതെ, എന്നാലും നമുക്ക് മാക്സിമം നമ്മുടെ എഫർട്ട് എടുത്ത് തന്നെ ചെയ്യണം. കണ്ടില്ലേ, സ്കർട്ടായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ റെഡിയാക്കണം. അപ്പോൾ അതേ സ്നോ ദേവതയുടെ ഡ്രസ്സ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്നോ ദേവത റെഡി ആയിട്ട് വരുന്നുണ്ടല്ലേ? വാവ്, അടിപൊളി. നല്ല രസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല ഷേപ്പ് ഉണ്ട് ഇതിന്. സുന്ദരിയായിട്ടുണ്ട്, സുന്ദരിമാലാകെയാ. അപ്പോൾ നമുക്ക് ബാക്കി പണിയും കൂടെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ എടുക്കാം. എന്താ, ഓരോ വർഷവും ഓരോ വെറൈറ്റി ഡ്രസ്സുകളിൽ വരുന്ന സ്നോ ദേവത. അതെ, ഫൈനലി നമ്മുടെ സ്നോ ദേവതയുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് സ്നോയൊക്കെ മാറ്റി വൃത്തിയാക്കി കൊടുക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു ആ സ്റ്റോറി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന്. അപ്പം നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഇതിൻ്റെ ഈ ഒരു സെക്കൻഡ് പാർട്ട്. വൃത്തിയായി. ഏവക്കുട്ടൻ ഉറങ്ങുവാണേ.
ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറേ നേരം ഭയങ്കര വെയിലായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നി. പിന്നെ എല്ലാവരും കുറേ നേരം അവിടെ മാറിയിരുന്നു. അപ്പോൾ ഏവക്കുട്ടനും അവിടെ വിനോദിൻ്റെ അവിടെ മാറി കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ വിനോദ് ഷോപ്പിലൊക്കെ പോയിട്ട് വന്നു. പുള്ളിക്കാരത്തി ഇപ്പോഴും നല്ല ഉറക്കമാണ്. കൊള്ളാല്ലേ ഡ്രസ്സ്? നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ടോ, വെളിയിൽ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ പ്ലേ ബട്ടന് വേണ്ടിയിട്ട് ഐസ് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്ലേ ബട്ടൺ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ സ്നോ ദേവതയുടെ സെക്കൻഡ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുവെട്ടുകാരനും സ്നോ ദേവതയും. ഫിൻലൻഡിലെ മഞ്ഞു മൂടി കിടക്കുന്ന ഗ്രാമത്തിൽ ഒരു മഞ്ഞുവെട്ടുകാരൻ താമസിച്ചിരുന്നു. എന്നും രാവിലെ എണീറ്റ് മഞ്ഞിൽ ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്ന അദ്ദേഹം പതിവ് പോലെ ഐസ് കൊണ്ടൊരു പ്ലേ ബട്ടൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കവേ അത് കയ്യിൽ നിന്ന് തെന്നി മഞ്ഞിലേക്ക് പൂഴ്ന്നുപോയി. വേഗം തന്നെ അദ്ദേഹം മഞ്ഞിലേക്ക് എടുത്തു ചാടി അവിടെയെല്ലാം പരതിയെങ്കിലും ഐസ് പ്ലേ ബട്ടൺ കണ്ടെത്താനായില്ല. വളരെ വിഷമത്തോടെ അദ്ദേഹം ആ മഞ്ഞിലിരുന്ന് മനസ്സുരുകി സ്നോ ദേവതയെ പ്രാർത്ഥിച്ചു. മഞ്ഞുവെട്ടുകാരൻ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ് സ്നോദേവത അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സ്നോദേവതയെ കണ്ട് വളരെ സന്തോഷത്തോടെ ചാടി എണീറ്റ് അദ്ദേഹം തനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് സ്നോദേവതയോട് പറഞ്ഞു. മഞ്ഞുവെട്ടുകാരന്റെ സങ്കടങ്ങൾ കേട്ട് സ്നോദേവത ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ എടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടി. ഇതല്ല തന്റെ പ്ലേ ബട്ടൺ എന്ന് അദ്ദേഹം പറഞ്ഞു. അല്പം ചിന്തിച്ച ശേഷം സ്നോദേവത ഒരു വെള്ളി പ്ലേ ബട്ടൺ എടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടി. ഇതല്ല തന്റെ നഷ്ടപ്പെട്ട പ്ലേ ബട്ടൺ എന്ന് അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു. മൂന്നാമത് സ്നോദേവത ഐസ് കൊണ്ടുള്ള പ്ലേ ബട്ടൺ എടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടി. നഷ്ടപ്പെട്ടു പോയ തന്റെ പ്ലേ ബട്ടൺ കണ്ട് അദ്ദേഹം തുള്ളിച്ചാടി. കഴിഞ്ഞ വർഷം താൻ നൽകിയ വരം ഇപ്പോഴും രഹസ്യമായി അദ്ദേഹം സൂക്ഷിക്കുന്നത് സ്നോദേവതയെ ഒരുപാട് സന്തോഷവതിയാക്കി. മഞ്ഞുവെട്ടുകാരന്റെ സത്യസന്ധത കണ്ട് ആ 3 പ്ലേ ബട്ടണുകളും അദ്ദേഹത്തിന് നൽകി സ്നോദേവത മഞ്ഞിലേക്ക് മറഞ്ഞു. തനിക്ക് കിട്ടിയ സമ്മാനങ്ങളുമായി സന്തോഷത്തോടെ മഞ്ഞുവെട്ടുകാരൻ തന്റെ ഗ്രാമത്തിലേക്ക് നടന്നു. വീട്ടിൽ കാത്തുനിന്ന തന്റെ മകൾക്ക് നേരെ അത് നീട്ടിയിട്ട് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഇപ്പൊ കണ്ടതായിരുന്നു മഞ്ഞുവെട്ടുകാരൻ്റെയും സ്നോദേവതയുടെയും സെക്കൻഡ് പാർട്ട് വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പേര് നമ്മളോട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ നമുക്ക് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടണും കൂടെ കിട്ടിയ സമയത്താണ് എന്തുകൊണ്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് ഈ ഒരു രീതിയിൽ ചെയ്തുകൂടാന്ന് ചിന്തിച്ചത്. പക്ഷെ അത് ചിന്തിച്ചെങ്കിലും ഫുൾ വിൻ്റർ കഴിഞ്ഞു പോയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്നോ എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടൊരു അത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് നമുക്ക് രണ്ടാമത് വീണ്ടും വിൻ്റർ വന്ന പോലെ ഫീൽ ആയപ്പോഴത്തേക്ക് നമ്മൾ കരുതിയെങ്കിൽ ഇത് ചെയ്തേക്കാന്ന് കരുതി. അങ്ങനെയാണ് നമ്മളിതാ സ്നോ ദേവതയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ബിഹൈൻഡ് ദ സീനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മളിത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ബിഹൈൻഡ് ദ സീനിൽ നടക്കുന്നത്. നമ്മൾ ഓരോരോ പാർട്ടായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്താണ് ഈ ഒരു ഷോർട്സ് വീഡിയോ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. സ്നോ ദേവത അപ്രത്യക്ഷമാകുന്ന സീൻ കണ്ട ഏവക്കൂട്ടം ഭയങ്കര ചിരിയായിരുന്നു. ഫോട്ടോ എടുക്കുവാണ് നമ്മള് ഡ്രസ്സില്. ഓക്കെ, കൈ വെക്ക് ഇങ്ങനെ വെക്ക്. കൈ കാണുന്നില്ല, കൈ കണ്ടില്ല, ഇങ്ങനെ വെക്ക്. കൈ ഗ്ലൗസ് കാണിച്ചു. സൂപ്പർ. അപ്പോൾ ഇതായിരുന്നു സ്നോ ദേവതയുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇനി സ്നോ ദേവതയുടെ ഡ്രസ്സ് ഒന്ന് കൺവേർട്ട് ചെയ്ത് വേറൊരു സംഭവം ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളോട് അതിനിടയ്ക്ക് സ്നോയിൽ പേരെഴുതാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് വെറുതെ നമ്മളൊരു ഇങ്ങനെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ പേരെഴുതിയത്. അപ്പോൾ അതിനകത്താണ് ഒരുപാട് പേര് വന്നിട്ട് കമന്റ് ഇട്ട്. ഏകദേശം 21,000 പേരെ കമന്റ് ഉണ്ട് അതിനകത്ത് പേരെഴുതാനായിട്ട്. അപ്പോൾ അത്രയും ആൾക്കാരെ പേരെഴുതുക എന്നുള്ളത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമ്മളിതേ സ്നോ കൊണ്ടൊരു ലവ് അങ്ങാക്കി മാറ്റാൻ പോവാണ്. ആ ലവില് നമ്മുടെ മുഴുവൻ സ്നേഹമുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. അല്ലാതെ ഇത്രയും ആൾക്കാരുടെ പേരിടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളെ കണ്ടോ, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അച്ഛൻ. ഇരുന്നും കിടന്നും നിരങ്ങി വെള്ളമൊക്കെ എടുത്തോണ്ട് കൊടുക്കുന്ന അച്ഛയ്ക്ക് ഏവക്കുട്ടനാണ്. കാരണം ഇതാണെങ്കിൽ ഒട്ടത്തില്ല, ഈ ഒരു സ്നോ ഒട്ടുന്ന സ്നോ അല്ല. അപ്പൊ നമ്മളാണെന്നുണ്ടെ വെള്ളത്തിൽ കലക്കിയിട്ടാണത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നത്. എന്താ കണ്ടോ, ഒരു ഫേസ് കാണുന്നില്ലേ അതില്? കൊള്ളാം അല്ലേ? അങ്ങനെ നമ്മുടെ ലവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് പൊക്കി കൊടുത്തവനതെ പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കൂടുതൽ സ്നേഹമുണ്ട്, ഒരുപാട് സ്നേഹമാണ്, പൊക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ സ്നേഹങ്ങളും ഇഷ്ടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഇങ്ങനെ അങ്ങ് തരുവാണ്. കൊള്ളാം അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. വലിയ ലവ്. എങ്ങനെയുണ്ടാ ലവ്? ലവ് സൂപ്പറാ. അച്ഛതേ മിനുക്കോണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല എത്ര ചെയ്തിട്ട്. ഉണ്ടോ, നല്ല ഭംഗിയുണ്ടേ കാണാൻ. ഇതിനി ഇപ്പൊ മെൽറ്റ് അങ്ങ് പോവേ അലുത്തലുത്ത്. ഭയങ്കര ക്യൂട്ടായിരുന്നുണ്ട്. കുഞ്ഞിന് പൊങ്ങുന്നില്ല.
ഏവക്കുട്ടന് നമ്മുടെ ഐസ് കൊണ്ടുള്ള ലവ് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നേ. അവിടെ ചെന്ന് നിന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഏവക്കുട്ടന് പൊങ്ങുന്നില്ലേ ലവ്? ലവ് എങ്ങനെ ഉണ്ട് വന്നാ? സൂപ്പറാ. ലവ് എടുക്കാൻ പോകും മുറിച്ച് മുറിക്കെടുക്ക ഇല്ലാതെ പോവൂ. ഇതിന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ അവിടെ കിടത്തിക്കും. ടാറ്റാ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഇവിടെ ഒരു എന്താ പറയുന്നത്, കണ്ടോ ഈ പറമ്പ് മുഴുവൻ. ഇപ്പൊ ഇനി നാളെ ഇതെല്ലാം മെൽറ്റാവും. ചിലപ്പോ ഇന്ന് രാത്രിയിലും കൂടെ സ്നോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ രാവിലെ ഇനി എന്തുവാന്ന് അറിയത്തില്ല. ഏവാ അപ്പൊ ടേക്ക് കെയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരോടും. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങള്. ഏവക്കുട്ട നല്ല രീതിയിൽ വെളിയിൽ എൻജോയ് ചെയ്തതാ. കണ്ടില്ലേ, മൊത്തം സ്നോയ്ക്കകത്ത് കുളിച്ച് കിടക്കുവാണ്. ഇനി ഇതിനെ കൊണ്ടുപോയി റെഡിയാക്കി എടുക്കണം ഞങ്ങള്. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ പറവാനാ. ബൈ 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 ബൈ.